കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് വരുന്ന വാർത്ത ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു, ലോറി കുഴിയിൽ താഴ്ന്നു എന്നതാണ്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇതൊരു വലിയ അപകടമാണോ, പ്രതിസന്ധിയാണോ അവിടെയും? അനുജ, ഇന്നലെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ദേശീയപാതയിൽ പലയിടത്തും ഈ ഡ്രൈനേജ് സംവിധാനമില്ലാത്തതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. ഇന്നലെ നീലേശ്വരം, കാലിക്കടവ്, കരുവാച്ചേരി ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ സംഭവം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നീലേശ്വരം ടൗണിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു അപകടാവസ്ഥയിലാണ് ഇപ്പോൾ റോഡുള്ളത്. ദേശീയപാതയിലുടനീളം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. വലിയ ഗതാഗത തടസ്സമുണ്ട്. ഇവിടെ ഈ പോക്കറ്റ് റോഡിലാണ്, സർവീസ് റോഡിലാണ് ഇപ്പോൾ ലോറി കുഴിയിൽ താണിരിക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. മണ്ണൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. മഴ പെയ്തതോടുകൂടി വെള്ളം നിറഞ്ഞ സമയത്ത് ഈ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് ഈ റോഡ് കൃത്യമായി കാണാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോറി മണ്ണിൽ താണുപോയിരിക്കുന്നത്. ആ ലോറിയെ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഒപ്പം ഗതാഗത കുരുക്കും രൂക്ഷമാവുകയാണ്, വെള്ളക്കെട്ടും രൂക്ഷമാവുകയാണ്. അനുജ, നിലവിൽ എങ്ങനെയാണ് വഴിതിരിച്ചു വിടുന്നുണ്ടോ ഗതാഗതം? നിലവിൽ അതാത് ഭാഗങ്ങൾ, ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ പതുക്കെയാണ് പോകുന്നത്. മറ്റൊരു വഴിയില്ല. അതായത് ഗതാഗതം വഴിതിരിച്ചു വിടാനുള്ള മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഈ റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത്. ചില ഭാഗങ്ങളിൽ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുജ, ശരി. കാസർഗോഡ് നീലേശ്വരത്താണ് ദേശീയപാതയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അതിനെ തുടർന്ന് ലോറി കുഴിയിൽ താഴ്ന്നു. അവിടെ വലിയ ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തരത്തിലേക്കൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് അവിടെ നിന്നുള്ള വാർത്ത.